ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല തൃശ്ശൂർ ഒല്ലൂർ എത്തണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ പാവാട വന്നിട്ട് മീഷോന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വലിയ സാരിയും ചുരിദാറൊക്കെ ഇട്ട് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു സിമ്പിളായാൽ മതിയെന്ന്. അപ്പോൾ ആമിക്കുട്ടിയാണല്ലോ കൂടെ ഉള്ളത്. അപ്പോൾ സാരി കൊടുത്തിട്ട് പോയാൽ പണി കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം തന്നെ സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേനും തൃശ്ശൂർ പാറമേക്കാവിൻ്റെ അവിടെ എത്തിയിട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് പാറമേക്കാവ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷന് തൊട്ടപ്പുറത്താണ് കേട്ടോ. നമ്മൾ എക്സിബിഷന് കയറണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കയറാൻ പറ്റിയില്ല. ടൈമും വല്ലാണ്ട് വൈകിപ്പോയി നമ്മൾ ഇറങ്ങാൻ നേരത്ത്. പിന്നെ ഞാൻ വിശന്നപ്പോൾ ഒരു വട കഴിച്ചായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഛർദ്ദിക്കാനും എന്താ പറയുക ഭയങ്കരമായിട്ടൊരു വിമിഷ്ടം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വട മേടിച്ച് കഴിച്ചു. ഇത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൻ്റെ അവിടുത്തെ ആകാശപാതയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതുമായിട്ട് കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ കേട്ടോ. ഭയങ്കരമായിട്ടൊരു രസം തോന്നി എനിക്ക്. കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പാറമേക്കാവിൻ്റെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഒല്ലൂർക്ക്. പക്ഷേ ബസ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. അപ്പോൾ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ കയറി വരുമ്പോൾ ജ്യൂസൊക്കെ കൊടുക്കലുണ്ടല്ലോ, അതൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വല്ലാണ്ട് നേരത്തെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സിബിഷനൊക്കെ കണ്ട് പതുക്കെ വന്നാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അവിടെയൊക്കെ ഓടിക്കളിക്കുകയാണ് കേട്ടോ ആമി. എന്താ പറയുക, കിട്ടില്ല ഓഡിറ്റോറിയം പറഞ്ഞാൽ കിട്ടില്ല ഓഡിറ്റോറിയം. താഴെ ഒരു സ്പേസ്, മേലെ വേറെ സ്പേസാണ് കേട്ടോ. മേലെ വേറെ ടീമിന് റിസപ്ഷന് കൊടുത്തിറക്കാണ്. താഴെ സെറ്റപ്പായിരുന്നു. എന്തോ ഒരു ടീമിനെ ഏൽപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി ഓഡിറ്റോറിയവും അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ, നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ പെണ്ണും ചെക്കനും സൂര്യചേട്ടനാണ്. അപ്പോൾ നമ്മളിതാ ഒരു 11:30-12 മണി ആവാറാകുമ്പോഴാണ് കേട്ടോ സ്റ്റാർട്ടേഴ്സ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ചു. പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അത് കുടിച്ചപ്പോൾ തന്നെ പകുതി സമാധാനമായി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശന്നിട്ട് ഇരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ ചെറിയൊരു ഉപ്പുമാവും പിന്നെ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു വടയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമിക്കുട്ടിക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് ഞാൻ ഇവിടുന്ന് 8:30 ആകുമ്പോൾ ചോറ് കൊടുത്തിട്ടാണ് പോയത്. അപ്പോഴത്തേനും അവൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവൾക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മയോണൈസും പിന്നെ സോസും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അധികം കഴിക്കണത് നല്ലതൊന്നല്ല, പക്ഷെ അവൾ സോസ് മാത്രം എടുക്കലുള്ളൂ, മയോണൈസ് അങ്ങനെ എടുക്കലൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതാ കഴിക്കാനിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കുഴപ്പമില്ല, പക്ഷെ തണുത്തത് കാരണം, ഫുഡ് ഐറ്റംസ് തണുത്തത് കാരണം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ചൂടോട് കൂടി കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റും തണുത്തത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റും ആണല്ലോ അല്ലേ നമ്മുടെ ഫുഡിനൊക്കെ ഉണ്ടാവുക. എന്തായാലും അടിപൊളിയായിരുന്നു. കിടിലൻ പരിപാടിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആമിക്കുട്ടി ഇതാ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരു ജ്യൂസോ വാട്ടറോ എന്തെങ്കിലും കുടിക്കണമെന്ന് നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പെണ്ണും ചെക്കനും വന്നപ്പോൾ അവരുടെ കൂടെ ഒരു കുഞ്ഞാറ്റ പെണ്ണും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഉള്ള കളിയൊക്കെ കാണാനായിട്ട്. ആമിക്കുട്ടീനെ പോലെ തന്നെയായിരുന്നു ഓട്ടവും ചാട്ടവും വികൃതി കാണിക്കലും. അപ്പോൾ അവരിങ്ങനെ പറയണം, ആമിക്കുട്ടി കണ്ടില്ലേ, ഉണ്ണി കണ്ടില്ലേ ഒതുങ്ങിയിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആമിക്കുട്ടി ഇപ്പോൾ ഓടിക്കളിച്ചൊരു വിധമായിട്ടോട് വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയതാണ്, ഇത്രയും നേരം വയലൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ ഇത് എൻ്റെ ശ്രീകുട്ടിയാണ് കേട്ടോ. രണ്ടാമത്തെ മാമൻ്റെ കല്യാണം കഴിഞ്ഞത് മുതലേ പരിചയമുള്ളതാണ് ഇവളേനെ. ഇത്രയും വർഷമായിട്ട് ആ ബന്ധത്തിന് വലിയ കോട്ടും തട്ടും തട്ടിയിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് അവളായിട്ട്. എന്താ പറയുക, ഫ്രണ്ടാണോ സഹോദരിയാണോ കൂടപ്പിറപ്പാണോ എന്താണെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അത്രയൊരു ബന്ധമാണ് അവളും ഞാനും തമ്മിൽ. ഇപ്പോൾ അവൾ വർക്ക് ചെയ്യണത് കോയമ്പത്തൂരാണ് കേട്ടോ. 2 ദിവസത്തെ ലീവിന് വന്നതാണ്. അങ്ങനെ കാണലൊന്നുമില്ല, ഫുള്ള് ചാറ്റിങ്ങും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അവളെ ഞാൻ കാണുന്നത്. ആക്ച്വലി ഒരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ ഞാൻ കാണുന്നതെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ ഞാൻ ഈ വഴിക്ക് കണ്ടിട്ടില്ല. എന്താ പറയുക, വിളിയും മെസ്സേജ് അയക്കലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ വോയിസ് ഇതിൽ കേൾക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വോയിസ് കയറ്റാൻ പറ്റത്തില്ല, പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ, അപ്പോൾ കോപ്പിറൈറ്റ് കയറും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ലേ, അത് ആ 2 പേരും ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ആടിപ്പാടിയിട്ടൊക്കെ നടക്കുകയാണ് 2 പേരും തമ്മിൽ. ആമിക്കുട്ടിയാണെങ്കിൽ കണ്ടില്ലേ ബെല്ലും ബ്രേക്ക് ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പിടിച്ച് കയറ്റിയാലും അവൾ സമ്മതിക്കത്തില്ല.
അപ്പോൾ അതങ്ങനെ ചെക്കനും പെണ്ണിൻ്റെ അവിടെ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറിജിനൽ സൗണ്ട്സ് ഒന്നും ഞാനിതിൽ കേട്ടുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും കുറേശ്ശെ നമ്മൾ ടേസ്റ്റ് നോക്കാനായിട്ട് കുറേശ്ശെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ, ഞാൻ കഴിക്കാത്തതായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കല്യാണങ്ങൾക്ക് പോയിട്ട് ഇങ്ങനൊരു എന്താ പറയുക ഫുഡ് ഐറ്റംസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണത്. എൻ്റെ പ്ലേറ്റിൽ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആർഭാടായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലേറ്റിൽ കുറേ ഉള്ളതുപോലെ തോന്നണത്. എല്ലാം ഓരോ ടീസ്പൂണൊക്കെ വീതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുള്ളൂ വെച്ചാൽ എനിക്ക് തന്നെ പേര് അറിയത്തില്ല. നെയ്ച്ചോറുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ടായിരുന്നു, വെള്ളയപ്പം ഉണ്ടായിരുന്നു, പിന്നെന്താ പൊറാട്ട ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആമിക്കുട്ടിക്ക് കുറച്ച് നെയ്ച്ചോറ് കൊടുത്തു. അപ്പോൾ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും മേടിക്കാമെന്ന് വെച്ച് നടന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചാൽ ഒരു ഐസ്ക്രീം പതിവാണല്ലോ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നു, പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയപ്പോൾ ആമിക്കുട്ടി ഫ്രണ്ടിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞിരുന്ന് നമ്മളെന്തായാലും റൗണ്ട് ചുറ്റിയിട്ടാണല്ലോ പോവുക. തൃശ്ശൂർ വന്ന ഏത് സൈഡിലേക്ക് പോകണമെങ്കിലും നമ്മുടെ വടക്കുന്നാഥനെ ചുറ്റാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.